കേരളത്തിലെ UDF അധികാരത്തിൽ വരാൻ വേണ്ടി ആരുമായിട്ടും കൂട്ടുകെട്ടിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അണിയറ നീക്കങ്ങളെല്ലാം നടത്തിയത് മുസ്ലിം ലീഗുമാണ്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്കാൾ അനിവാര്യമാണ് അധികാരത്തിലെത്തുക എന്നുള്ളത്. നിലമ്പൂരിലും അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതിൻ്റെ പിന്നിലും നിലമ്പൂരിൽ വിജയം ഉറപ്പിച്ചതിൻ്റെ പിന്നിലും ഈ ചില മുസ്ലിം മത തീവ്രവാദ സംഘടനകളുമായിട്ട് UDF കൂട്ടുകെട്ടാണെന്നാണ് പല ഭാഗത്തു നിന്നും ഇപ്പോൾ അതിശക്തമായിട്ടുള്ള ആരോപണം ഉയരുന്നത്. അത് കോൺഗ്രസ് ചില അവസരങ്ങളിലൊക്കെ സമ്മതിച്ചിട്ടുള്ളതാണ്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും പാത്തും പതുങ്ങിയും ഒക്കെയുള്ള കൂട്ടുകെട്ടുകൾ തന്നെയാണ്. പാലക്കാട് UDF വിജയമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI-ക്കാരാണ്. അവരുടെ വൻ പിന്തുണയും SDPI-യുടെ സ്വാധീനവും അവിടെ വളരെ കൃത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും ഒരു ധാരണയുമില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഷോൺ ജോർജ് എന്നിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈരാറ്റുപേട്ട നഗരസഭയിലെ 3-ാം വാർഡിലും 13-ാം വാർഡിലും UDF സീറ്റിൽ മത്സരിക്കുന്നത് തന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ്. ബാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തന്നെ UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നുമുണ്ട്, വേണ്ട തരത്തിലെ പ്രവർത്തനവും നടത്തുന്നുണ്ട്. ഈരാറ്റുപേട്ടയിലെ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധം പരസ്യമാണെങ്കിൽ സംസ്ഥാന വ്യാപകമായി രഹസ്യമായ ഇത്തരം കൂട്ടുകൾ ശക്തമാണ് എന്നുള്ളതും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരാണ്. അവരുമായിട്ടാണ് കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. ഒരു കയ്യിലെ ഭരണഘടനയുമായി രാജ്യം മുഴുവന് ഈ ഊരു ചുറ്റിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഭരണഘടനയെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് പരസ്യമായി പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് നമുക്ക് കഴിയാത്തത്. അപ്പോൾ ഇവരുടെ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പലപ്പോഴും LDF കൺവീനറായാലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ മുസ്ലിം ലീഗിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ മതതീവ്രവാദ സംഘടനകളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി എന്നീ കക്ഷികളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി വരാമെന്നുണ്ടെങ്കിൽ LDF നിങ്ങൾക്ക് പ്രവേശം സ്വാഗതാർഹമാണ് എന്നുള്ള രീതിയിലാണ്. അത് ഈ CPM-കാരും ഇവരെയൊക്കെ വേണ്ട തരത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഈ SDPI എന്ന് പറയുന്നത് ആരുടെ രാഷ്ട്രീയമാണ്? പോപ്പുലർ ഫണ്ടിൻ്റെയാണ്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ട് വേറെ ഒരു രൂപത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അണികളോ ഒക്കെ തന്നെ ചേക്കേറിയിരിക്കുന്ന ഇതിനകത്തെല്ലാമാണ്. പ്രത്യേകിച്ച് SDPI-യിലാണ്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളും അതിശക്തമായിട്ടുള്ള കാര്യമാണ്. SDPI-യുടെ പേരിൽ തന്നെ പലതരത്തിലുള്ള ഫണ്ടും ഒന്ന് മറിയുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ഈ പോപ്പുലർ ഫണ്ടിനെ കേരളത്തിൽ വളർത്തിയതിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് CPM-കാർ തന്നെയാണ്. നമുക്കറിയാം ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്, അതുപോലെ തന്നെ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ മരണം, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരായിരുന്നു? വളരെ കൃത്യമായ കാര്യമല്ലേ? അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം വിളി, ഇതൊക്കെ കേരളത്തിന് മറക്കാൻ കഴിയുമോ? അതിതീവ്രമായിട്ടുള്ള
കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള മുദ്രാവാക്യം വിളിയായിരുന്നല്ലോ ആലപ്പുഴയിൽ നിന്ന് ഉയർന്നത്. കോടതി പലവട്ടം പറഞ്ഞിട്ടാണല്ലോ അതിന്റെ പേരിൽ നടപടി തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ടും ആ നടപടികൾ ശക്തമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അവരെ ഒന്ന് തലോടി വിടുക മാത്രമാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് നിരോധനം പോപ്പുലർ ഫണ്ടിനുണ്ടായത്. ആ നേതാക്കന്മാരെയും സ്ഥാവര ജംഗമ വസ്തുക്കളും ഒക്കെ തന്നെ അകത്തേക്ക് പോയപ്പോൾ ഇതിൽ ഉണ്ടായിട്ടുള്ള അണികളൊക്കെ തന്നെ ഈ മറ്റ് മതതീവ്രവാദ സംഘടനകളുമായി, മുസ്ലിം മത തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധം പുലർത്തി. അതുപോലെ തന്നെ UDF വേണ്ട തരത്തിൽ ഇവർക്ക് സംരക്ഷണവും കൊടുക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിൽ ഇവർക്ക് വേണ്ട തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടെന്ന് VD സതീശൻ തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഇപ്പോൾ ഷോൺ ജോർജ് ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഈരാറ്റുപേട്ടയിൽ, കാരണം അവിടെ PC ജോർജിനുണ്ടായിട്ടുള്ള തോൽവി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മത തീവ്രവാദത്തെ ചോദ്യം ചെയ്യുന്നതാണ് PC ജോർജിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള കാര്യം. PC ജോർജ് ആണ് പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കി മാറ്റിയതെന്ന് ഈ മുസ്ലിം മത തീവ്രവാദ സംഘടനകളായാലും അതുപോലെ തന്നെ പൂഞ്ഞാറിലെ സകല ജനങ്ങളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് മതത്തിന്റെ പേരിലാണ് അവിടെ PC ജോർജിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അതേ രീതി തന്നെ PC ജോർജിന്റെ മകനായ ഷോൺ ജോർജും ഭയക്കുന്നുണ്ട്. ഷോൺ ജോർജ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പാലയിൽ നിന്നോ അല്ലെങ്കിൽ പൂഞ്ഞാറിൽ നിന്നോ ആയിരിക്കും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. ഇത് കൃത്യമായി കാണുന്നുണ്ട്. മതഭീകരരെ വോട്ടിനായിട്ട് പാലൂട്ടി വളർത്തുകയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഉയരുന്ന അഭിപ്രായം തന്നെ. ഈ കോൺഗ്രസിനെ പൂർണ്ണമായും മതമൗലിക തീവ്രവാദ സംഘടനകൾ തന്നെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കുടക്കീഴിലാണ് ഇവരെല്ലാം അണിനിരന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ മതതീവ്രവാദ സംഘടനകൾ മുഴുവൻ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഇത് അവരുടെ മതേതരം എന്ന് പറയുന്നത് ഒരു പൊയ്മുഖം മാത്രമാണ്. അവരിവിടെ ഉണ്ടാക്കുന്ന തീവ്രവാദം അതിശക്തമാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറയുന്നതില് മുസ്ലിം ലീഗിന് അമിത പ്രാധാന്യവും, ഇവരെല്ലാം തന്നെ UDF അധികാരത്തിൽ വരുമ്പോൾ കേരളം ഭരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDPIയും ചേർന്നായിരിക്കും ഭരിക്കുന്നത്. കോൺഗ്രസ് അവിടെ നിഷ്പ്രഭമായി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അത് വലിയ അപകടകരമായിട്ടുള്ള ഒരു പോക്കായിരിക്കും. ഇവരെ ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ അതിന് വേണ്ടതായ തരത്തിൽ കാര്യങ്ങൾ ഒരുക്കി കൊണ്ടുപോകാം എന്നാണ് ഇവരുടെ ഒരു കണക്കുകൂട്ടൽ. എത്ര നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിൽ വീണ്ടും വേറൊരു രൂപത്തിൽ അവതരിച്ചു കൊണ്ട് വരികയും അവരെ ഈ UDFോ കോൺഗ്രസോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ പോലുള്ളവരൊക്കെ തന്നെ ചേർന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുകൂടിയാണ് ഷോൺ ജോർജ് ഇതിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യമെന്ന് പറയുന്നത് മത തീവ്രവാദികളുമായിട്ടുള്ള സഖ്യം തന്നെയാണ്. അത് കേരളത്തിന് അപകടമാണ്, UDFനും കോൺഗ്രസിനും അപകടമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.